കേന്ദ്രമൊന്നും തന്നില്ലേ, കേരളം ഇത്രയും കടത്തിലാകാൻ കാരണം കേന്ദ്രമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചടുക്കി കേരളത്തിന് നൽകിയ കോടികളുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചെന്ന് പറഞ്ഞ് അങ്ങ് ഡൽഹിയിൽ പോയി പിണറായി സർക്കാരും കൂട്ടരും സമരം നടത്തുന്നതിനിടെയാണ് കേരളത്തിന് നൽകിയ കേന്ദ്ര ഫണ്ടിന്റെ കണക്ക് പാർലമെന്റിൽ നിരത്തി നിർമ്മല സീതാരാമൻ പിണറായി മുഖ്യനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 224% നികുതി വിഹിതം കേരളത്തിന് അധികം നൽകിയെന്നാണ് മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. ഈ കണക്കുകളെല്ലാം സുതാര്യമാണെന്നും ഇത്രയും പണം കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് കേരള സർക്കാരിന് പറയാമെന്നും പരസ്യമായി തന്നെ നിർമ്മല സീതാരാമൻ വെല്ലുവിളിക്കുകയായിരുന്നു. UPA ഭരണകാലത്ത് നൽകിയ തുകയുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു ഈ വിശദീകരണം. NDA സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിനിടെ 1,50,140 കോടി രൂപ നികുതി വിഹിതമായും 1,43,117 കോടി രൂപ ഗ്രാന്റായും നൽകിയെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. NDA സർക്കാരിന്റെ 10 വർഷത്തെയും UPA സർക്കാരിന്റെയും 10 വർഷത്തെയും കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്തു തന്നെയാണ് രാജ്യസഭയിൽ കേന്ദ്രത്തിന് നൽകിയ ഫണ്ടിന്റെ കണക്കുകളെക്കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള കേരളത്തിന്റെ സമരം ഡൽഹിയിൽ നടക്കുമ്പോഴാണ് നികുതി വിഹിത കണക്കുമായി മന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. ഈ കണക്കുകളെല്ലാം വളരെ സുതാര്യമാണെന്നും ഇത്രയും പണം കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് കേരള സർക്കാരിന് പറയാമെന്നുമായിരുന്നു കേന്ദ്ര ധനമന്ത്രി വെല്ലുവിളിച്ചത്. 2014 മുതൽ 2024 വരെ NDA സർക്കാരിന്റെ കാലത്ത് 1,50,140 കോടി രൂപയാണ് നികുതി വിഹിതമായി കേരളത്തിന് നൽകിയത്. 46,303 കോടി രൂപയാണ് UPA ഭരണകാലത്ത് 2004-ലും 2014-ലും നൽകിയ നികുതി വിഹിതമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ 1,43,117 കോടി രൂപയാണ് ഗ്രാന്റായി കേരളത്തിന് നൽകിയത്. ഇത് UPA സർക്കാരിന്റെ കാലത്ത് 25,629 കോടി രൂപ മാത്രമായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. ഇതിൽ 458% വർധനവുള്ളത്. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായമായി 2020-21 82 കോടിയും 2021-22 239 കോടിയും 2022-23 1903 കോടിയും അധിക കടമെടുപ്പായി 18,087 കോടി രൂപ NDA സർക്കാർ അനുവദിച്ചതായിട്ടുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിവരിക്കുന്ന ധവളപത്രം പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. UPA NDA സർക്കാരുകളുടെ 10 വർഷത്തെ താരതമ്യം ചെയ്യുന്ന 56 പേജുള്ള ധവളപത്രമാണ് സഭയിൽ വെച്ചത്. ഇത് സംബന്ധിച്ച് ഇന്ന് വിശദമായ ചർച്ച ലോക്സഭയിൽ നടക്കുമെന്നാണ് വിവരങ്ങൾ. അതിനാൽ തന്നെ പിണറായി സർക്കാരിനെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഒന്നും നൽകിയില്ല എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന കണക്കുകളുടെ വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം നൽകേണ്ടിയിരിക്കുന്ന വിഹിതമെല്ലാം തന്നെ കേരളത്തിന് നൽകിയിട്ടുണ്ട്. എന്നിട്ടും കേന്ദ്രം ഒന്നും നൽകിയില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാനെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ജന്തർ മന്ദറിൽ ഏറ്റവും വലിയ അഴിമതിക്കാരെ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളായ DMKയും CPM നടത്തുന്ന ഈ പ്രതിഷേധ ധർണ ജനങ്ങളെ പേടിച്ചുള്ള ഒളിച്ചോട്ടമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് CPM ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്നതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധ ധർണയ്ക്കെതിരെയാണ് അദ്ദേഹം രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം കടബാധ്യതയുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ 2016 മുതൽ 2023 വരെ കേരളത്തിൽ 1.10 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു കടബാധ്യത മറ്റൊരു സംസ്ഥാനവും ഉണ്ടാക്കിയിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തികം കൂടി നിലച്ചിരുന്നെങ്കിൽ കേരളം ശ്രീലങ്കയേക്കാൾ മോശമായ സാഹചര്യത്തിൽ എത്തുമായിരുന്നുവെന്നാണ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ച നഷ്ടങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് ഇപ്പോൾ പിണറായി വിജയൻ രാഷ്ട്രീയ നാടകമടക്കം നടത്തുന്നത്. കാറൽമാർക്സ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കിട്ടിയവർക്ക് മാത്രമേ ഇത്രയും വലിയ നഷ്ടം സൃഷ്ടിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഡൽഹിയിൽ കേരള സർക്കാർ വെറും രാഷ്ട്രീയ നാടകമാണ് നടത്തുന്നത്. ജന്തർ മന്ദറിൽ ഈ നാടകം നടത്തുമ്പോൾ പൊതുജനം സർക്കാരിനോട് ചോദ്യം ഉന്നയിക്കണം എന്നാണ് കേന്ദ്രമന്ത്രിയും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.